അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുന്ത്രാണ്ടൻ ടീമുമായിട്ട് കോഴിക്കോട് ബീച്ച് തെണ്ടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ തെണ്ടാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. എന്ത് അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന്, അതായത് പന്നൂരിൽ നിന്ന് കൊടുവള്ളി വഴി അങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തിയതാണ്. അപ്പോൾ ഇന്ന് KLF ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇനി ബാക്കി കാര്യങ്ങൾ തന്നെ പറയട്ടെ. ചെയ്തോട്ടിക്ക കുറേ കാലം ഗൾഫിലായിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ വന്ന് ഇറങ്ങിയിട്ടിപ്പോൾ എത്ര മാസമായി? വീണ്ടും 2 മാസമായി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ സജീവമായിട്ട് തന്നെ ഈ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ട്. കുറഞ്ഞൊരു സമയത്ത് നമ്മൾ വിട്ടു നിന്നതിനും പ്രവാസ ലോകത്താണെങ്കിലും അത് വലിയൊരു മിസ്സിങ് തന്നെ ആയിരുന്നു. ഏതായാലും വന്നതിന് ശേഷം കുറേ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പരസ്യങ്ങളായാലും മറ്റുള്ളതൊക്കെ. ഏതായാലും ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഞങ്ങൾ എന്നോ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഏതായാലും ഇത് വിചാരിച്ച ദിവസം തന്നെ, ഇന്നത്തെ ഒരു ദിവസം തിരഞ്ഞെടുത്ത് തന്നെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ. അതെ അതെ അതെ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വൈറലുള്ള ആള്, ഏറ്റവും ചെറിയത് ഏറ്റവും ചെറുത് ഞാനുമാ. അതെ അതെ, ഹുസൈൻകായി ഉണ്ടായിരുന്നു. പക്ഷേ ഹുസൈൻകായ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ഹുസൈൻകായിനെ നമ്മൾ ഒരു ദിവസത്തേക്കൊന്നും അങ്ങനെ കൂടെ കൂട്ടിയാൽ മൂപ്പർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഹുസൈൻകായി ഒഴിവാക്കി. അടുത്തത് നമ്മളെ സ്വന്തം ചിട്ട എന്നറിയപ്പെടുന്ന അബുക്കർ കായ്. നിങ്ങൾ ശരിക്കും പേരെന്താ? KK നാട്ടുകാരാ? ബക്കർ KK. നമ്മളിപ്പോ കറങ്ങി കോഴിക്കോട് ബീച്ചിലെത്തി. അതെ, നിങ്ങൾ ഇയാളൊരു സിഗ്നേച്ചർ ചിരി ഉണ്ട്. ആ ചിരി വന്നിട്ട് അപ്പൊ ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ ഇനി വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ കുറച്ച് രാവിലെ നേരത്തെ എത്തിയിട്ടാ മനുഷ്യന്മാരൊക്കെ ഒന്ന് എണീച്ച് വരണ്ടേ. വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് വിടാന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പൊ കറങ്ങുന്നത്. അതെ അതെ, ഈ വരവ് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇന്നാണ് ഇവിടെ എത്തിപ്പെട്ടത്. സമതിക്കാക്ക് എന്തോന്ന് പറയാനുണ്ട്? കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ട് നമ്മടെ കോഴിക്കോടും ഒക്കെ തന്നെ. എന്നാലും നമ്മടെ ബീച്ചില് ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. നമ്മൾ എല്ലാരും വരുന്നുണ്ട്. നമ്മള് പോകാന്ന് അറിയാന്നല്ലാണ്ട് ഇങ്ങോട്ട് എത്തണ്ടേ. ഒരു സമയത്തായി കിട്ടി. ബീച്ച് അടിച്ച് പൊളിച്ച് കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ചിരിയില്ലേ? അതും നോക്കേണ്ടിയുണ്ട്. അതെ, തോനെ നടക്കണ്ട. ഇവിടെ ആരോ മറ്റേ കഞ്ചാവ് ഉണക്കാണ്ടൊക്കെ ഉണ്ട് മുമ്പ്. അത് നോക്കിയാലേ അതൊന്നുമല്ല രസം. ആർക്കെങ്കിലും റോളക്സിന്റെ വാച്ച് കൊണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ കഥ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കട്ടെ. നമ്മളെ സേതുട്ടിക്കേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു റോളക്സിന്റെ വാച്ച് വീണിട്ട് പോലെ ആ കഥ ഒന്ന് കേൾക്കാം. അത് ഞാൻ എന്റെ കുടുംബത്തിനോടൊപ്പം ഇവിടെ ബീച്ചിൽ വന്ന് വെള്ളത്തിൽ കറങ്ങിയ പുഴയിലും സോറിയാണ് കേട്ടോ, കടലിലൊക്കെ ഇറങ്ങിയ സമയത്ത് കാലിന് എന്തോന്ന് തടിഞ്ഞു. അത് എടുത്തു നോക്കുമ്പോൾ നല്ല റോളക്സിന്റെ വാച്ചാണ്. ആർക്ക് കൊടുക്കാനാണ്? കുറച്ച് ഞാൻ പുരയില എവിടെ കൊണ്ടുപോയി വെച്ച് എന്തായി പോയിന്ന് ഇപ്പൊ സത്യത്തിൽ എനിക്ക് അറിയില്ല. 10-15 വർഷത്തിന് മുമ്പെയാണ്. അത് ചിലപ്പോ 100 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാൻ മതി. തന്നെ പറയൂ, ഒരു ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആളാണ്. ഓരോരുത്തർക്കെല്ലാം മനസ്സിലാവും. ഓടിയില്ല. അങ്ങനെയൊക്കെയാണ് സംഭവം. സ്ഥലത്തേക്ക് നീങ്ങല്ലേ, അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഇപ്പൊ ഒരു ചായ കഴിഞ്ഞിട്ടല്ലോ, ഇനി ഒരു വീഡിയോ എടുക്കുക, അടുത്ത ചായ അടിക്കുക. പിന്നെ ചോറ് പോകണം കേട്ടോ ഉച്ചക്ക്. അത് അങ്ങനെ ഇങ്ങനെ ഒന്നാക്കിയാൽ ഫുഡ് നല്ലായിരിക്കണം. ഫുഡ് എന്തായാലും കിട്ടണം, അത് ഞങ്ങൾക്ക് മസ്റ്റ്. ചെമ്മീൻ റോസ്റ്റോ കറിയോ സത്യം പറഞ്ഞ കീശല്ലാത്ത കുപ്പായിട്ട് വെറുതെ കീശല്ലാത്ത കുപ്പായിട്ട്. അത് ഫോണിൽ പൈസ ഉണ്ട്. ഇപ്പം ഈ കീശയിലാരും പൈസ കൊണ്ട് എടുക്കാറില്ല. എന്നെ പോലത്തെ ഏതോ പോയത്തക്കാരെന്തോ കിട്ടും. പിന്നെ മകെ കിട്ടിയില്ല. ഇപ്പൊ മനസ്സിലായി, വില മേച്ച് നടക്കാന്ന് പറഞ്ഞാൽ ചെലവാ. ഇവിടെ അതായത് KLF ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ കുരുത്തോലല്ലേ, എഴുത്തോല സ്റ്റേജിന്റെ പേരാണ്. എന്തോ ചെയ്യാനാ. ആ ചിരി ഇടക്കിടക്ക് വരണോ? മൂപ്പരെ ചിരിയാണ് ഹൈലൈറ്റ്. അതാ നേരത്തെ പറഞ്ഞത്. മറ്റേ KLFന്റെ പ്രത്യേക ക്ഷണം സ്വീകരിക്കാതെ, അല്ലെ പ്രത്യേക ക്ഷണം ഇല്ലാതെ KLF വേദിയിൽ എത്തിയ ആൾക്കാരാണ് നമ്മളെ കൊണ്ട് കണ്ട ടീം. ആരും ഇല്ലാത്തോണ്ട് സ്റ്റേജ് ധൈര്യമായിട്ട് കയറുകയും ചെയ്യും. ഇറങ്ങണമെന്നാരും പറയൂല. നമുക്ക് പരമാവധി ഫെസ്റ്റിന്റെ എന്തോ പരിപാടിയൊക്കെ തുടങ്ങിക്കല്ലോ. അതവിടെ നേരത്തെ ഒന്ന് വാമപ്പ് ആക്കാൻ വേണ്ടി മ്യൂസിക് ഇട്ടൊക്കെയല്ലോ. അതെ അതെ അതെ,
കൊറേ ആയിട്ട് പോണ്ട, കൊറേ ആയിട്ട് പോയാൽ കോപ്പിറൈറ്റ് അടിക്കും വീഡിയോക്ക്. കോപ്പറേറ്റ് അടിക്കും. വീഡിയോയിൽ മറ്റേ മ്യൂസിക് കയറിയാലേ. അപ്പൊ അതിനനുസരിച്ച് അടുത്തേക്ക് വാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് കോഴിക്കോട് തെണ്ടി നടക്കുന്നത്. ഇപ്പൊ രാവിലെ ഏകദേശം 9 മണിയായോ? 8:35. ഇനിയിപ്പോ ഇതാക്കണ അവിടെ ആൾക്കാര് വന്ന് നിങ്ങൾ ആദ്യമായിട്ട് രാവിലെ വരുന്നത്? ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ രാവിലെ ചൂണ്ടലിടാൻ വരുന്നവരും ഉണ്ടാകുമല്ലോ ആ ഭാഗത്ത് രണ്ടാളിരിക്കുന്നതാ. ചൂണ്ടലല്ല തിരിക്കണ്ട. ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല. ചെറുപ്പത്തിലേ പോന്നാണ്. അതെ, ഈ വീഡിയോ പുറത്തിറങ്ങാനുള്ള കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവം. രാവിലെ വരുന്നവര് അമിച്ച് വെറുക്കാൻ വരുന്നവരും ഉണ്ടാവും. പിന്നെ ആരോന്ന് പറയണ്ടോ നല്ല വീണ് വിട്ടു അതും പറയുന്ന കേൾക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കിട്ടിയിട്ടില്ല, ആകെ ചായയും കടിയാകും. അതേ ഉള്ളൂ. അപ്പോ നേരം എക്സർസൈസ് ഉണ്ട് കേട്ടോ. ഇവരെ മേച്ച് നടക്കുക എന്ന് തന്നെ പറഞ്ഞാലൊരു വലിയ പണിയാ. അപ്പോൾ ഇതിലങ്ങനെ തെണ്ടി നടന്ന് ഇടയ്ക്കൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ ആയിട്ട് തീർക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലൈഫ് എൻജോയ്മെന്റ് നമ്മളൊന്ന് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ടീമിന്റെ കൂടെ, അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ വേറെ ഒക്കെ ഉണ്ട്. ഇത് പല പ്രായക്കാരും പല കോലത്തിലുള്ള ആളുകളാണെങ്കിൽ ഞങ്ങൾ ഒന്നായി നല്ലൊരു സെറ്റപ്പിൽ ഇറങ്ങിയത് തന്നെയാണ്. ഏതായാലും വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ഡ്രസ്സ് വരെ നമ്മള് കൊണ്ടുവന്ന വണ്ടിയില് സ്റ്റോക്കാണ്. 4-5 ഡ്രസ്സാ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇരിക്കാൻ സ്ഥലമല്ല, സഞ്ജു കവറും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മൾ നല്ല എന്ത് ചെയ്യുക, ബാക്കി അങ്ങോട്ടൊക്കെ വെറുതെ തെണ്ടി നടന്ന് കാണുക. ഒട്ടകത്തിന് എന്തെടുക്കുക? ഒട്ടകത്തിന് വിലക്കെടുത്താല് വിലക്കെടുത്താലോ? നിങ്ങൾ കൊണ്ടെടുക്കുവോ? നമ്മള് മലയിലെ കൊണ്ടുപോയല്ലോ. എന്റെ മലയിലെ കൊണ്ടുപോയി വെക്കാലോ. എന്റെ മലയൊക്കെ ഇഷ്ടമായി തിന്നാണ്ടല്ലേ ഇതിന്. ഒട്ടകത്തിന് എനിക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ എടുത്തോ. എനിക്ക് നല്ല ആരോഗ്യമുള്ള വേണം. മല കയറാനുള്ളതാണല്ലോ. കൊല്ലുന്ന വില ഒന്നുമില്ല. എനിക്ക് മല കയറാനുള്ള ദേശം നല്ല ആരോഗ്യമുള്ള വേണം. തലയിൽ വെച്ച് പോവല്ല, നമ്മൾ ഇതിനെ എടുത്ത് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ആരും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ആ കൊട്ടത്തിന് കൊട്ട പറഞ്ഞാണ്. ഇതിന്റെ മുകളിൽ കയറി നമ്മൾ ഇരുന്ന യാത്ര ചെയ്ത് പോകും. ഓ, ഞാൻ മക്കളുണ്ടായിരുന്നു. പച്ച സാധനമില്ല ഈ മണല്. ക്യാമറ അവിടെ വെച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കോളൂ. നമ്മൾ കണ്ട് ബഹുമാനിച്ച് കിട്ടോ. ചിലപ്പോ ഒന്നും കൂടി നിന്നോ, ചിലപ്പോ റളിയല്ലാഹു പറഞ്ഞോളൂ. കുളിപ്പിക്കാനാണ് കൊണ്ടുവരണം. അതിന് ഏതെല്ലാം സ്ഥലമുണ്ട്. മാറി സ്വാഗതം ചെയ്യാണ്. ഓരോരുത്തരെ കാണുമ്പോഴുള്ള ഒരു ഇതാണ്. എന്നെ കണ്ടിട്ടാണ് അടിച്ച് വിടുന്നല്ലേ. വിടുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു വൃത്തിയില്ല ആയിക്കോട്ടെ. അതൊന്നും മാറേണ്ടി വരും. എല്ലാം പുരുഷന്മാരാണ്. അതും ഒരു വൃത്തിയുണ്ട്. അപ്പുറം ഒരു വൃത്തിയുണ്ട്. ഇത് ചില്ലറ പൈസ മതിയാവുമല്ലോ. എത്ര കൊടുക്കേണ്ടി വരും? അല്ലെങ്കിൽ എത്രയൊക്കെ നമുക്ക് മുറിക്കുക? നമ്മ ഒറ്റ ഒന്നറിയോ 2000 റുപ്യ 2500 റുപ്യ ആ കറുത്ത ചെറുതല്ലേ? പറ്റുമോ? പോത്തുകുട്ടിയല്ലേ? അത് ഓർക്ക് മഞ്ഞിന്റെ ഇതുണ്ടായിട്ടാ. അറബ് നാട്ടിൽ നിന്ന് വന്നാണ്. അറബ് നാട്ടിൽ കൊണ്ടുപോകുന്ന രാജസ്ഥാനോ? അങ്ങനെ രാജസ്ഥാന്റെ അതേ രേസം വൃത്തിണ്ട്. ആയിക്കോട്ടെ. വീട്ടിൽ വെച്ചാല് പഹേരം തൊള്ളേ കയ്യെ നമ്മളെ നാട്ടുകാര് തന്നെ അല്ലേ? അതെ, ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാ. എന്താ ഇതിന്റെ ഒക്കെ അതെ, കടിച്ചു കിട്ടോ. അതാണ് കളി. വേറെ ഗുണമുണ്ട് കേട്ടോ. ഇപ്പൊ കേറാൻ സുഖ കിടന്ന് തന്നോണ്ട് ഞാനോ ഒന്ന് കേറിക്കോ. ഇനി സാധനം അങ്ങ് പൊന്തിയാല് സംഗതി ക്ലിയർ. പിടിച്ചു കുത്തിരുന്നാ മതി. ഓരോന്നും പേരും അഡ്രസ്സും അതുപോലെ അടയാളാ. ഈ കാലിങ്ങനെ ആക്കിയിട്ട് കെട്ടിയിടും. നീച്ച് പോകാണ്ടിരിക്കാൻ ആ കയറിന് കെട്ടി ആ വടവുണ്ടായത്. ആ കയറുണ്ടോ? അപ്പം
ഏത് കാൽമല്ല വടുവോ ആ ആ കാലും ഇങ്ങനെ മടക്കി കെട്ടിട്ട് പിന്നെ നീറ്റ് എണ്ണീച്ച് പോയിക്കാളല്ല ആ അങ്ങനെ കെട്ടും. ഓ അങ്ങനെ ഇയാള് വണ്ടിയുടെ തന്നെ കാര്യത്തിൽ ആ പേര് റമോ റമോ അതിന്റെ പേര് തന്നെയാണത്. അക്രമകാരിയാ സ്പ്രേ അടിക്കും പടച്ചോനെ. ഇങ്ങനാണ് എല്ലാരും ബഹുമാനിച്ചത്. ഇല്ലേ ബഹുമാനം നമ്മളെ എരന്ന് വാങ്ങി ഏതായാലും ഇനി എന്തെങ്കിലും ഒരു അഹേത് ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇതാക്കുന്ന ആടെ രണ്ടെണ്ണം എണീക്കാൻ ബാക്കിയുള്ളൂ. ഇതാക്കണ് അതിനെ കൂടെ എണിപ്പിച്ച് വെക്കണോ? നല്ലോണം ഉറക്ക് തെളിഞ്ഞില്ല. കറക്കല് നമ്മൾ വെയിൽ കറക്കുമ്പോഴാണോ? അല്ല ഇത് ഈ പെണ്ണൊട്ടകം നല്ലോണം അവിടെ നിന്നൊരു ഒരു പ്രശ്നമില്ല കറക്കാൻ വേണ്ടിട്ട് നമ്മള് ആ നിങ്ങൾ നിക്കും നമ്മൾ നിൽക്കും. നമ്മൾ നിക്കും ഞാൻ കുവൈത്തിൽ നിൽക്കുമ്പോ എനിക്ക് കുവൈത്തിന്റെ ഞാനൊക്കെ അവിടെ ഉള്ള കാലത്ത് കൈകൊണ്ട് തന്നെ കറക്കലായി. ഇപ്പം മെഷീനൊക്കെ പറയല് അങ്ങനെയൊന്നും പറയല്. കുവൈത്തില് പെണ്ണുങ്ങൾ പാല് തരുന്നുണ്ട്. ഒട്ടകത്തിന്റെ പാല് ഒട്ടകത്തിന്റെ പാല് വെള്ളിയാഴ്ച മീനും ഭാഗത്തേക്ക് വരൂല. അങ്ങനെയാണോ പറയുന്നത്? ചില വെള്ളിയാഴ്ച മീനിന്റെ ലീവാ. അല്ല മീൻ വെള്ളിയാഴ്ച ഉണ്ടാവില്ല. ലീവുള്ള ദിവസം മീൻ വെള്ളിയാഴ്ച ലീവാണല്ലോ. ചാതിച്ചളിയ പുതിയാപ്പ ഹാർബറിലുള്ളത്. ബേപ്പൂരല്ല പുതിയാപ്പ. പുതിയാപ്പിന്റെ അപ്പുറത്താ. അപ്പൊ ഇത് ആ വെള്ളയില് മാറിപ്പോയി. ആ രണ്ടാളോടും തെറ്റിക്കും. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ വെള്ളമല്ലേ നമ്മള് ഇടക്കിടക്ക് പോണം. ഞാൻ ഇടക്കിടക്ക് പുതിയാപ്പ ഹാർബറില് ബേപ്പൂരൊക്കെ പോണതാ. ഇടക്കിടക്ക് പോണതാ. എന്നിട്ടാണ് ഇവിടെ പുതിയാപ്പ ബേപ്പൂർ ഹാർബർ എന്ന് പറഞ്ഞത്. ഇടക്കിടക്ക് മുമ്പ് വരണതാ. ഇതേതാന്ന് വെച്ചത് ബേപ്പൂർ ഹാർബർ. അതുകൊണ്ടാണ് എന്നോട് തെറ്റിപ്പോയി. ഞാൻ പുതിയാപ്പന്റെ അടുത്തെത്തി, വെള്ളന്റെ അടുത്തെത്തി. നിങ്ങൾ അങ്ങ് പോയി ബേപ്പൂർക്ക്. എന്തോ ഒരു കഥ. ഇതിന്റെ കഥ എന്നുള്ളതല്ലേ. നമുക്ക് തോർത്തുണ്ടല്ലോ ഇവിടെ ഇറങ്ങിയിട്ട് ഊറ്റിയാല് കൊണ്ടുപോയി പൊരേ വെച്ച് വറക്ക. ഇത് വറമീന്ന് അതിന് പറയാ. പോയാലോ? കൊറേ ഉള്ളതാണോ ഇല്ലാത്തതാണോ ആണോ ഓർമ്മയില്ല. കൊറേ പേര് കേക്കാം. വറമീൻ അതുള്ളത് തന്നെയാണോ? വറമീനില്ല. പക്ഷെ വെള്ളിയാഴ്ച ഇല്ല. വെള്ളിയാഴ്ച മീൻ ലീവാണ്. മീനൊന്നും കരക്കൽക്ക് തന്നെ വരുന്നില്ല എന്നാ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞ വെള്ളിയാഴ്ച നോക്കുമ്പോ ഇവിടെ മീനില്ല. ദിവസം നോക്കി വെള്ളിയാഴ്ച നോക്കി കുറച്ച് മാന്തളും കൊടുക്കുമെന്ന് വെച്ചിട്ട് ഈ നായ്ക്ക് കന്നിമാസം കലണ്ടർ നോക്കാണ്ട് തന്നെ മനസ്സിലാവില്ലേ? അതാണ് മീന് വെള്ളിയാഴ്ച. വെറുതെ കാല് വെക്കാൻ നിൽക്കണ്ട. കാലല്ല അത് അതെ നമ്മൾ തിരിച്ചു നിൽക്കുക. വണ്ടി ഉള്ളത് 1.5 കിലോമീറ്റർ അപ്പുറത്താ. നേരെ 9:15 കൊള്ളേ ബൈക്കാൻ വണ്ടിയിൽ 6:15 വണ്ടിയിൽ കേറുമ്പോ തുടങ്ങി മുപ്പര് പൈക്കിനോ ഇല്ലേ? മീനേതായാലും കിട്ടുമല്ലോ ഉറപ്പല്ലേ? മീൻ കിട്ടൂല. മീൻ വെള്ളിയാഴ്ച ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് വിടാം. പോത്തർച്ചി വാങ്ങാത്ത എന്ത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോത്തർച്ചി ഞങ്ങൾ വന്നൊരു 4-5 ആള് ഒറ്റയ്ക്കായിട്ട് ഇവിടെ വരും. എന്തിനറിയാം? മീൻ വാങ്ങിക്കൊണ്ടുവരാം. അയാളാ വരെ പുതിയാപ്പേര്
താഴ്ചങ്ങായി കാണൂല ഞങ്ങൾ ബക്കറ്റ് ഇവിടെ വാങ്ങിപ്പോകും ഞങ്ങൾ നാലാം വണ്ടി നമുക്ക് നല്ല പ്രശ്നം മീൻ കിട്ടുകയും അല്ലല്ല വെള്ളിയാഴ്ച അല്ലാത്ത അത് പുതിയാപ്പേരാണ് ഏറ്റവും മീൻ അടുക്കുക അത് കഴിഞ്ഞിട്ടേ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മജീദ് വിട്ട് ഇവരൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ബക്കറ്റായിട്ട് വരുന്ന വാങ്ങാം നോമ്പിൽ നമ്മളെ കളിയിലായ കബീർ കച്ചവടം തന്നെ തുടങ്ങും. കുറഞ്ഞ പൈസ ഇങ്ങനെ റൗണ്ട് ഇട്ട് വെക്കും ഗൾഫാറിന് ആളുണ്ട്, ഒരു റിട്ടയർഡ് പോലീസുകാരുണ്ട്. കച്ചവടമൊക്കെ ബ്ലാക്ക് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പാവം നമ്മളെ ഉള്ളൂ. ആളെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്നോ? ആളെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്ന യാതൊരു പേര് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഇതിലൊക്കെ മീൻ 30 ഒന്നുള്ളൂ. നല്ല ചളിയടി ആടുന്നു രണ്ടാളും. നല്ല ഡയലോഗ് അടിയാന്നറിയാ അല്ലേ? പറഞ്ഞിട്ട് മൊത്തം നമ്മളെ കയ്യിലുള്ള വെറുതെ പോയിങ്ങനെ അഭിപ്രായം പറയാ. ഇല്ലല്ല, അതിന് ടിക്കറ്റ് എടുത്തൊക്കെ പറ്റുമോ? സംഭവം ഇവിടെ വന്നപ്പോൾ ഇന്ന് ഇവിടെ സുനിത വില്യംസ് വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പൊ സുനിത വില്യംസിനൊന്ന് കാണാന്നുള്ളൊരു അന്ത്യാഭിലാഷം, ഒരാഗ്രഹം തന്നെയാണ്. കോഴിക്കോട് വന്ന് വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് വേണ്ടി കാത്തിരിക്കാൻ വരുന്ന ടൈം ഓർമ്മ 10 മണിക്കാ വരുവാന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി എത്ര മണിയായാലും നമ്മൾ വെയിറ്റ് ചെയ്യുക. അതാ സുനിത വില്യംസ് എന്നല്ല വരുന്നത്. അവസരം കിട്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വലിയ നഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ എത്തിയിട്ടില്ല. സുനിത വില്യംസ് ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? പിന്നെ ബഹിരാകാശത്തൊക്കെ പോയി മൈ മിസ്റ്റേക്ക്. അപ്പൊ സംഭവം ഏതാനും നിമിഷങ്ങൾക്കാകും വരുന്നവരെ നമ്മൾ നോക്കാം. 9:00 അരമണിക്കൂർ കാത്തുക്കുന്നത്. പക്ഷേ അതൊരു അതല്ല ഇത് ടിക്കറ്റ് എടുത്തുള്ള ഷോ ആണ്. ഇത് ഇത്രയും കുട്ടികൾ ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്നുണ്ട് എന്നുള്ള ആ വലിയൊരു കാര്യം തന്നെ. അതെ, കുട്ടികൾക്കാണല്ലോ അതിനെപ്പറ്റി കൂടുതൽ കുട്ടികൾ ഇതാക്കണം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പല സ്കൂളുകളിലും അതിരാവിലെ തന്നെ ബസ്സുകളും ആളുകളും ഓടൊരു വെളിയിൽ നിലയില്ല, ഇത്രയും ആളോടെ വെയിറ്റ് ചെയ്യുന്നില്ലേ? ഒരു സംഭവം തന്നെ. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാം. ഒരാളെ എത്ര വെയിറ്റ് വേണം? പ്ലീസ് വെയിറ്റ്. വെയിറ്റ് അല്ല ഈ വെയിറ്റ്, ഒരാളെ വെയിറ്റും ഈ വെയിറ്റും രണ്ടും വ്യത്യാസമാണ്. ഉദ്ദേശിച്ച വെയിറ്റ് അല്ല, അതുകൊണ്ട് പ്ലീസ് വെയിറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ആയാലും എഴുത്തുവരാവേദി പവർഡ് ബൈ ഹൈലൈറ്റിൽ ആദ്യത്തെ സെഷനാണ് സുനിത വില്യംസ് ഇൻ കോൺവെർസേഷൻ വിത്ത് റീമ കലിംഗൽ. So happy to have you. Please have some time. 20 years down, sitting somewhere and saying, I attended this. അതന്നെ ഈ തന്നെ കണ്ടുമില്ല. മൂന്നാമത്തെ നാലാമത്തെ വായിച്ച അരമണിക്കൂർ പോകുന്നത്. പറയുന്നത് മൂന്ന് തന്നെ ശേഖരല്ലേ കുന്ത്രാണ്ടക്കാരെന്താണ് ടീമാണല്ലോ. അഥവാ ഒരു പുസ്തകമൊക്കെ വായിച്ച് നന്നാണെന്ന് തോന്നിയാലേ നല്ലതാ. അത് ചിട്ടൊക്കെ ഏതായാലും നല്ലൊന്ന് വാങ്ങി കൊടുക്കണം. പുസ്തകം അത് നോക്കാം നമുക്ക്. പക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ മുപ്പര് ലൈബ്രറിയിൽ പ്രൊമോഷൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകം വേണ്ടി വായിച്ചിട്ടുണ്ടല്ലേ? വായിക്കാൻ നമുക്ക് വേറെ ആളാക്കല്ലേ? നമ്മൾ തന്നെ വായിക്കും. ആരുതിൻ്റോ നമ്മളിപ്പോ വണ്ടി കയറി ഇനിയിപ്പോ അടുത്ത പോക്ക് നമുക്ക് 3 സ്റ്റാർ ഹോട്ടലിലേക്ക് വിടാം. 3 സ്റ്റാർ അല്ല, 3 സ്റ്റാർ. അത് രാവിലെ 6:00 ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കെങ്കിലും ഇപ്പൊ നേരം 10:30 ഇതുവരെ ചായ കുടിക്കാൻ വരെ കിട്ടിയില്ല.
പക്ഷെ നമ്മൾ വന്ന് മുതലായിക്ക് അതെ നമ്മൾ വില്യംസിനെ ഒന്ന് കാണാൻ പറ്റി. അത് കല്ലിങ്കലിനെ കണ്ട് കല്ലിങ്കലിനെ കണ്ട് അത് വലിയ സുനിത വില്യംസിനെ കണ്ട് സ്വർഗത്ത് പോകാനുള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കോടികൾ മുടക്കിയാൽ പോലെ കാണാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. നമ്മൾ കോഴിക്കോട് എന്നിട്ട് യാത്ര സഫലമായി. ബാക്കി ചായ കുടിച്ചിട്ട് വളരെ ടയേർഡാണ്. അപ്പൊ നേരെ ചായ കുടിക്കുക, ബാക്കി അല്ലല്ല കിട്ടിയാൽ കിട്ടി. പറഞ്ഞോളി. അപ്പോൾ നമ്മളുള്ളത് കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിലുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഒന്ന് കാണാൻ. വെള്ളിയാഴ്ചയാണ് ജുമാക്ക് ഇവിടെ കൂടാനാണ് വിചാരിക്കുന്നത്. അതെ. വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എങ്ങനെയുണ്ട് സംഭവം? ഇപ്പം വർഷങ്ങൾ പഴക്കമുള്ള കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിലാണ് ഇന്നത്തെ ജുമ. കൂട്ടാണ്ട് ടീമൊക്കെ അതിലേയും കറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ അമ്മോ ഏതാലേ. എത്ര 1000 വർഷം ഉണ്ടോ? 1000 വർഷം ഉണ്ടാവില്ല. എന്തായാലും എത്ര വർഷം പഴക്കാം? 1414 ആയിരിക്കില്ല. അത്യാവശ്യം പഴക്കമുണ്ട്. മൊത്തം മറ്റേ ഏതാലേ ഇന്ത്യയും മുകളിലോട്ട്. ഇന്ത്യയും മുകളിലോട്ട് അങ്ങോട്ട് വേറെ ഉണ്ടല്ലേ. ഒരു സംഭവം തന്നെ. ഇത് ഈ പള്ളിയാണ് പണ്ട് അൽബുക്കർക്ക് തകർക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പീരങ്കി വിട്ട്. അതിൻ്റെ എന്തോ തീ കത്തിച്ചു. അതെ അതെ അതെ, അതൊക്കെ ഇടയ്ക്കില്ലല്ലേ. പുതിയ മരമൊക്കെ കൊടുത്തിട്ട് പിന്നെ അതെ നിർമ്മാണം ചെയ്തത്. ഈ യമനിൽ നിന്ന് വന്ന നബൂദ മിഷ്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവികനാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. ഇതൊക്കെ പൊളിഞ്ഞാടാൻ തുടങ്ങിക്കില്ലേ. എന്നാലും ഇത്ര കൊല്ലത് സർവൈവ് ചെയ്തല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു മഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മഞ്ചലാണോ അല്ല മൈതട്ടലാണോ? മൈതട്ടലല്ല, മഞ്ചലല്ലേ? അതെ. ഇതിനുള്ളില് തലട്ടി 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 തല തലട്ടി. ഏതായാലും വലിയ സംഭവം തന്നെ. അത് കാണാൻ പറ്റിയൊരു ഭാഗ്യം തന്നെ. 3 തട്ടുകൂടി ഉണ്ട് മുകളിലേക്ക്. അങ്ങനെ കയറി നമ്മള് ഇഷ്ടം മോള്. ഇനി മോളോട് 3 തട്ടുകൂടി ഉണ്ട്. മൊത്തം 5 നില 5 നില. ഈ പുളിക്ക് 900 കൊല്ലം പഴക്കമുള്ള പുളിയാണ്. അതാരാ പറഞ്ഞ്? ഇതൊക്കെ ഇവിടെ ഞാൻ പണ്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു പഴയ മനുഷ്യൻ പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് നേരാന്ന് വെച്ചാൽ 900 പഴക്കമുള്ള പള്ളി. അതാണ് പുറത്തൊക്കെ ഇങ്ങനെ മിടു കുത്തിയത്. അതുകൊണ്ട് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട്, പിന്നെ കുറ്റിച്ചിറ. ഉറപ്പാണല്ലോ? ഉറപ്പുണ്ട്. അല്ല വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് പറഞ്ഞല്ലോ കേട്ടോ. റെഡിയാണ്. 900 കൊല്ലം പഴക്കമുള്ളതാണ് ഇതെന്ന്. 600 കൊല്ലോ? അപ്പൊ 300 കൊല്ലം ഇവിടെ കുറഞ്ഞ്. അല്ല 600 കൊല്ലം എന്നോട് ഇവിടെ ഒരാൾ പറഞ്ഞതാ. ഇവിടുത്തെ പള്ളിയായിട്ട് അത്രയും അടുത്തപ്പെട്ട ഒരാൾ പള്ളി 900 കൊല്ലം. ഈ പുളിയും 900 കൊല്ലം പഴക്കമുണ്ട്. കായമായി കണ്ടതാ. ഇതാണ് കായമായി. മിസ്കാലോടെ ഉണ്ടാക്കണ അന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. പള്ളിയാണ്. വ്യക്തമായ കണക്കൂട്ടിയാ. വ്യക്തമായ കണക്കൂട്ടിയാ. അപ്പൊ സംഭവം എന്താ വെച്ചാൽ മിസ്കാല് വഴി ഒന്ന് ജമ്മ ഇറങ്ങി അടുത്ത കേട്ടാന്ന് ഓർമ്മയില്ല. പ്രശ്നം വിട്ടില്ലേ? അത് വിടി നമുക്ക് അടുത്ത വിഷയം നോക്കുക. അടുത്ത നമുക്ക് നേരെ ഒരു ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു ഓട്ടോമേഷൻ കമ്പനി പുതിയ ഹോട്ടലിൽ പോയി പഴം അറച്ച് തിന്നു. കണ്ടോ പള്ളയൊക്കെ കുപ്പായത്ത് കൊള്ളാണ്ടായിരിക്കും. പോവാ അല്ലല്ല. അപ്പോ 2 മണിക്ക് ഇന്നൊരു ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ട് കയറിയതാണ്.
ഇതിന് റോവെക്സ് ഓട്ടോമേഷൻ കമ്പനിയുടെ ഒരു ആഡായിരുന്നു. അപ്പോൾ അതെ നമ്മളെ കുന്ത്രാണ്ടം സ്റ്റാർസിൻ്റെ കൂടെ അത് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് 4-4:30 ആയപ്പോഴാണ് ഭക്ഷണം കഴിഞ്ഞത്. അപ്പോൾ ഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് അതേ ടൗണിൽ നിന്ന് അങ്ങനെ തിരിച്ചു പോവാണ്. രാവിലെ 7 മണിക്ക് കോഴിക്കോട് ബീച്ചിലെത്തിയതാണ്. അത് കഴിഞ്ഞതാ 4-4:30 മണിയായി. 5 മണി 5 മണിയായി. ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഒന്നും കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ബ്ലോക്ക് ആയിട്ട് ഇപ്പൊ നടക്കാന്നറിയില്ല. എന്നാലും കഴിയുന്ന സ്പീഡ് ആക്കുന്നുണ്ട്. അതെ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് കുറെ കാലത്തിന് ശേഷം 4 മണിക്ക് ശേഷം ചോറുന്നത്. അത് പറഞ്ഞൊക്കെ പോക്കും പള്ളിയും പരസ്യം ചെയ്യാനുള്ളതുകൊണ്ടാണ്. എന്നാലും ഇന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. കുറെ ആളുകൾ സുനിത വില്യംസിനെ അതിന്റെ അടുത്ത് കണ്ട്, റിമ കല്ലിങ്ങലിനെ കണ്ട് ഇന്നത്തെ പോക്കുകൊണ്ടുണ്ട്. അതെ അതൊക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവം തന്നെ. ഒക്കെ അപ്പുറം ജീവിതത്തിൽ ആദ്യം മിസ്കാൽപ്പള്ളി കയറി ഈ പ്രായത്തിന്റെ അടുത്ത് കുന്ത്രാണ്ടം കൊണ്ട് കിട്ടിയ വെച്ചാണ് പറഞ്ഞു കേൾക്കാന്നല്ലാണ്ട് ഇതുവരെ അവിടെ പോയിട്ടൊന്നുമില്ല. കാലിന്റെ മുട്ട് ചിട്ടന്റെ. അപ്പൊ അങ്ങനെ മിസ്കാൽപ്പള്ളി കയറി ഇന്നത്തെ ജമ്മു ഒക്കെ അവിടെ കൂടി കുന്ത്രാണ്ടം കൊണ്ട് ഉണ്ടാകുന്ന ഓരോ മെച്ചങ്ങളാണ്. എവിടെ പോയി കുന്ത്രാണ്ടം കൊണ്ട് എന്തുണ്ടായ മെച്ചങ്ങള് പറഞ്ഞെടുക്കേ. അതായത് സാഗർ ഹോട്ടലിൽ നിന്ന് ഫുഡ്, ചാമ്പ്യൻസ് ഹോട്ടലിൽ നിന്ന് ഫുഡ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. ഹോട്ടൽ ചാമ്പ്യൻ നല്ല ഫുഡ്. ഇവിടെ ഒന്നും മോശമായത് ഇത്തിരി സമയമായിട്ട് ഇങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിലും നേരം വൈകിക്ക് പഴക്കനെ അയക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇനി നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് തീർക്കാണ്. ഉദാഹരണ ടീമിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടി ബൈ. അപ്പൊ ബൈ.